സൈജേട്ടന്റെ പ്രത്യേകതയുണ്ട്. ഒരിടയ്ക്ക് നമ്മളിങ്ങനെ ധ്യാനസ്ഥരായിട്ട് കളിയാക്കുമായിരുന്നു, എല്ലാ ആഴ്ചയും കാണുന്ന സ്റ്റാർ ആണെന്ന് പറഞ്ഞുകൊണ്ട്. സൈജു ചേട്ടനാണ് ഭാഗ്യം വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ചാനൽ തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തേക്കണ ഒരു 3 ആർട്ടിസ്റ്റുകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ സൈജു ഉണ്ട്. ചേട്ടൻ ഒരു കുശുമ്പ് വന്നുണ്ടോ ഉള്ളിൽ എവിടെയൊക്കെയോ ചെറുതായിട്ട്? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഒരു സിനിമ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ ഒരു പടത്തിലേക്ക് പോവുക, അത് എനിക്കിഷ്ടം. ചേട്ടന് നല്ല കാശിന്റെ ബാക്കപ്പ് ഉണ്ട്, ഫിനാൻഷ്യലി വെരി സൗണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നമല്ല. ചേട്ടന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുവാണെങ്കിൽ അപ്പൊ ഒരു പടം ചെയ്യുന്നു, റിലാക്സ് ചെയ്ത് ദുബായിലെ ടൂറ്, US ടൂറ്, UK ടൂറ്, അങ്ങനെ. അതൊന്നും അല്ല. അല്ല, ഇവിടെ ഡേറ്റ് കൊടുത്തിട്ട് അതിനിടെ 2 ദിവസം പോയി അപ്പുറത്ത് പോയി അഭിനയിച്ചിട്ട് വരിക, ഇവിടെ വെയിറ്റിംഗ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെയിറ്റിംഗ്, ഇവിടെയും തെറി അവിടെയും തെറി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് അങ്ങനത്തെ ഒരു പരിപാടി താല്പര്യമില്ല. സുരേഷ് ചേട്ടൻ അപ്പൊ ഇപ്പൊ നമ്മള് സൈജു ചേട്ടന്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയാലോ, എല്ലാ ആഴ്ച സിനിമ ഉണ്ട്, എല്ലാ മാസവും സിനിമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചേട്ടാ അതൊക്കെ തമാശ കേട്ടോ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന തന്നെ വലിയ ഭാഗ്യം അല്ലേ? ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു.